യൂട്യൂബിൽ ചെറുബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം ഹെയർ ബാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്, മുടി പുറത്തേക്ക് വരാണ്ടിരിക്കാനാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് കാജലാണ് കേട്ടോ. ഇപ്പോൾ കാജൽ കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ പിന്നെ ഇടാൻ പോകുന്നത് ഐലൈനർ ആണ് കേട്ടോ. നമുക്ക് ഐലൈനർ ഇടാം. ഇങ്ങനെ ഐലൈനർ നല്ല വലിയതാണ്, അതുകൊണ്ട് ചിലപ്പോൾ കയ്യിലൊക്കെ ആവും. അതുകൊണ്ട് ഞാൻ ഐലൈനർ സൂക്ഷിച്ചിടുന്നുണ്ട്. സാധാരണ ഇടുന്ന പോലെ അത്ര പെർഫെക്റ്റ് ആയില്ല കേട്ടോ ഇപ്രാവശ്യം ഐലൈനർ ഇട്ടപ്പോൾ. പിന്നെ ഞാൻ ഇടുന്നത് ലിപ്സ്റ്റിക്കാണ്. രണ്ടെണ്ണം മിക്സ് ചെയ്താണ് കേട്ടോ ഇടുന്നത്. ഒരെണ്ണം ലാക്മീൻ്റെ, ഒരെണ്ണം സുഡിയോന്ന് വാങ്ങിയതുമാണ്. ലാക്മീൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഞാൻ ആദ്യം അതിട്ടു, പിന്നീട് ഞാൻ സുഡിയോന്ന് വാങ്ങിയതാണ് കേട്ടോ ഇട്ടത്. അപ്പോഴത്തേക്കും ഐലൈനർ പൊക്കത്ത് പടർന്നു. പിന്നെ അതൊക്കെ ഞാൻ തുടക്കുന്നുണ്ട്. തുടച്ചിട്ടാട്ടോ മറ്റേ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടത്. എന്നിട്ട് നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തു. നല്ല കളറാണ്, നല്ല ന്യൂഡ് ഷെയ്ഡിലെ 2 ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ ഇട്ടത്. അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലും ആ ഐലൈനർ തുടച്ചുകൊണ്ടിരിക്കുന്ന പണിയിൽ തന്നെയാണ്. നല്ലൊരു ഷെയ്ഡായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത്. എന്നിട്ട് പിന്നെ ഞാൻ മുടി കെട്ടുന്നുണ്ട്. ഞാൻ പോണിറ്റയിലാണ് കേട്ടോ കെട്ടിയത്. ഇതാകുമ്പോൾ പിന്നെ എളുപ്പത്തിൽ കഴിയുമല്ലോ. ഞാൻ വേഗം പോണിറ്റയിലും കൂടെ കെട്ടി. ചെറിയൊരു ലുക്കാട്ടോ ഇത്. വലിയൊരു മേക്കപ്പ് എന്നൊന്നും പറയാനുള്ളതൊന്നുമില്ല. ചെറുതായിട്ടൊന്നും ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തതാണ്. അത് പറഞ്ഞ് തീരുന്നപ്പോഴത്തേക്കും പോണിറ്റയിലും കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ പോണിറ്റയിൽ കിട്ടുന്നുണ്ട്. ഞാൻ ബുഷ് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ആ ഐലൈനർ മൊത്തത്തിൽ പടരാനായി. പിന്നെ ഞാൻ വീണ്ടും തുടച്ച് കുറേ സ്പ്രെഡായിട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും തുടച്ചുകൊണ്ടിരിക്കും.